ഉണ്ട്. പിന്നെ വേറൊരു ഗെയിമുണ്ട് ഗൈസ്, ദ ബേബി ഇൻ യെല്ലോ. സ്കാരിയസ് ഗെയിമാണ്. എന്നാലും ഗ്രാനിയെ കാട്ടിയും കുഴപ്പമില്ല, കളിക്കാൻ പറ്റും. എന്നാലും ഒരു ഇതുണ്ട്. ഗ്രാനി എന്ന് വെച്ചാൽ വന്ന് രക്ഷപ്പെടണം. ഇത് നമ്മൾ ആ കുഞ്ഞിനെ എന്താ പറയുക, ഓരോ പസിൽസൊക്കെ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. പുറത്ത് കൊണ്ടാ ആ വീട്ടിൽ തന്നെ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെയാണ്. ഇതുണ്ട് ആ ടൊയോട്ടയുടെ ഈ വണ്ടിയാണ് തോന്നുന്നു. അല്ല, ഇത് MG കൊമറ്റ്. ടൊയോട്ടയ്ക്ക് ഒരു വണ്ടിയുണ്ട്, ഇത് പക്ഷെ MG കൊമറ്റ്. ഞാൻ ആലോചിക്കും ബേബി ഇനിയല്ലോ ഒക്കെ കളിച്ചാണ്. പക്ഷെ അത് നല്ല ഇതാ, സ്കേറിയസ്റ്റാ. അത് കളിക്കണമെങ്കിലേ റിവേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. അത് കളിക്കണമെങ്കിൽ, ആ ഗെയിം കളിക്കണമെങ്കിൽ എനിക്ക് ആദ്യം ഓരോരുത്തരുടെ ഗെയിം പ്ലേ നോക്കണം. കാരണം ആ രീതി എങ്ങനെയാണ്. ആദ്യത്തെ ലെവൽസൊക്കെ അറിയാം, പക്ഷെ രണ്ടാമത്തേതൊക്കെ എന്നാലും ചെയ്യാൻ പറ്റും. ഈ പ്രാങ്ക്സ് 3D പോലും ഒന്നും അല്ല. അതൊക്കെയാണ് റീപ്ലേ അടിക്കേണ്ടി വരും. ഇത് പക്ഷെ അങ്ങനെയല്ലെന്ന് തോന്നുന്നു. ഇതേതുകൊണ്ട് അത് ഡിസയർ, മറ്റേത് വരണ 97% ഹെൽത്തായി. ഓക്കെ, ഇടിക്കല്ലേ എക്സസിൻ്റെ ഏതോ ഉണ്ടായിരുന്നു, ഇടിച്ച് അതേ കൊണ്ടുപോയി 94 ഹെൽത്ത്. നമുക്ക് വണ്ടിയിൽ നിന്ന് 1 മിനിറ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഡ്രൈവറിനെ ഒന്നും ഞാൻ ഇതൊക്കെ നോക്കിയില്ലല്ലോ. ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഓ, തനി നാടൻ ഗൈസ്, ഇന്ത്യൻ വണ്ടി ചപ്പി. ഒരു ലൈറ്റിൻ്റെ ഭാഗം ചപ്പി ഗൈസ്. ഓ, ഹാൻഡ് ബ്രേക്ക് അയച്ചില്ല ഞാൻ. ഓക്കെ, നിങ്ങൾക്ക് GTA 5 ഇഷ്ടമാണോ ഗൈസ്? എനിക്ക് കളിക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. എനിക്ക് ഇഷ്ടമാണ്, കളിക്കണമെന്നുണ്ട്. പക്ഷെ ഫോണിലൊക്കെ എന്തോ മാർഗമുണ്ട്. ഞാൻ പലതും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് GTA 5 കിട്ടുന്നേ ഇല്ല ഫോണിൽ കളിക്കാൻ. GTA 6 ഇറങ്ങാൻ പോവാം, പക്ഷെ അതിനേക്കാളും നല്ല GTA 5 ആണ്. എല്ലാം GTA 5 ഗൈസ്. പക്ഷേ ഗെയിം പ്ലേ എടുക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ല. ഫോൺ വഴി എന്തൊക്കെ എടുക്കാൻ പറ്റും, പക്ഷേ അതെങ്ങനെ സംഭവം എനിക്കറിയത്തില്ല. പല വീഡിയോസും കണ്ടിട്ടുണ്ട്, എന്നാലും അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് വർക്കൗട്ട് ആവുന്നില്ല. GTA 5 ഈ ഇന്ത്യൻ ബൈക്കിൽ തന്നെ GTA 5 കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ